നീറ്റ് എക്സാമിന്റെ ഒരു വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഹരി സൂചിപ്പിച്ചതുപോലെ 2024-ലും 2021-ലും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഒരു ലീക്ക് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം നടത്തിയ രാജസ്ഥാൻ പോലീസിന്റെ കണ്ടെത്തൽ. ഇതുവരെ 12 പേരെയാണ് ചോദ്യം ചെയ്തത്. കേസ് നിലവിൽ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ഒരു ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിൽ തന്നെ പ്രധാന കണ്ടെത്തൽ എന്ന് പറയുന്നത് പ്രധാന പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 135 ചോദ്യങ്ങളാണ് ഇപ്പോൾ വാട്സപ്പ് വഴിയും അതുപോലെ മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ചോർന്നിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ചോർന്നത്. ഈ 410 ചോദ്യങ്ങളുള്ള ചോദ്യക്കടലാസിൽ ആകെ 180 ചോദ്യങ്ങളാണ് ഈ വിഷയങ്ങളിലായിട്ട് ഉണ്ടാവുക. ഈ 180 ചോദ്യങ്ങളിലെ 130 ചോദ്യങ്ങളും നേരത്തെ പ്രചരിപ്പിച്ച അതേപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ മാതൃകാ ചോദ്യ പേപ്പർ അനുസരിച്ച് ഏകദേശം 600 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ 600 മാർക്കിന്റെ മാതൃകാ ചോദ്യ പേപ്പർ ഉൾപ്പെടെ വരിക, അതേപടി വരിക എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ 180 ചോദ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ 45 ചോദ്യങ്ങൾ വീതമാണ് ഓരോ വിഷയങ്ങൾക്കുമുള്ളത്. അതായത് ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, ബോട്ടണിക്ക്, സുവോളജിക്ക് എല്ലാത്തിനും 45 ചോദ്യങ്ങൾ വീതം വരുന്നുണ്ട്. ഇതിൽ ഈ ചോദ്യങ്ങളിൽ അതായത് മൊത്തം 180 ചോദ്യങ്ങളാണ് വരുന്നത്. ഈ 180 ചോദ്യങ്ങളിലും 135 കറക്റ്റ് അതേപോലെ നേരത്തെ ചോർന്ന മാതൃകാ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടത്തിയതായിട്ടാണ് രാജസ്ഥാൻ പോലീസിന്റെ കണ്ടെത്തലുള്ളത്. ഇപ്പോൾ ഈ ഒരു കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ഈ കേസ് CBIക്ക് കൈമാറിയതും അതുപോലെ തന്നെ ഇപ്പോൾ മെയ് 3-ന് നടന്ന നീറ്റ് പരീക്ഷ അത് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. പുതുക്കിയ എക്സാമിന്റെ തീയതി അത് അറിയിച്ചിട്ടില്ല. ഉടൻ തന്നെ പുതുക്കിയ തീയതി പുറത്തുവിടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇപ്പോൾ ഇത്തരമൊരു വിവരം X വഴി പങ്കുവച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ NTA പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല എന്നൊരു അറിയിപ്പുണ്ട്.